ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അതാ റമളാനൊക്കെ അവസാന 10-ആവാറായില്ലേ. ഇത് ഞാൻ 19ാമത്തെ നോമ്പിനെടുത്ത വ്ളോഗാട്ടോ. അപ്പോൾ അതാ സൂറിന് എണീറ്റ് ഞാൻ പ്രിപ്പറേഷനൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പം ഇന്ന് ഞാൻ അത്താഴത്തിന് നൂഡിൽസ് ഉണ്ടാക്കണേ. അപ്പം ഞാൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഉണ്ടാക്കണ്ട, ഞാൻ ഇച്ചിട്ട് ഉണ്ടാക്കിയപ്പോൾ ചൂട് കൊടുക്കണം ഉണ്ടാക്കുക അങ്ങനെ തിന്നാൻ വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് അതിലിങ്ങനെ മുട്ട ചിക്കിയിട്ട് ആഡ് ചെയ്യുന്നത് ഇഷ്ടമാട്ടെ നൂഡിൽസിത്തെ. പക്ഷേ ഈ ഫ്ലേവർ ഒട്ടുമിക്ക ആൾക്കാരും ഗൾഫിലത്തെ ഇഷ്ടമില്ലാത്ത ഫ്ലേവർ, ഇതിലാകെ സോൾട്ട് മാത്രമുള്ള ഫ്ലേവറാണ് മാഗിയുടെ. പക്ഷെ എനിക്ക് ഇഷ്ടമാട്ടോ ഈ ഫ്ലേവറ്. അല്ലെങ്കിൽ മാഗി വേഗം. എല്ലാ ദിവസവും ചോറ് ഞാൻ എണീറ്റ് വരുമ്പോഴത്തേനും ഉമ്മ ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇന്ന് ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനൊക്കെ തട്ടിമുട്ടി ഉണ്ടാക്കി വരുമ്പോഴത്തേനും ഞാൻ ആകെ ബാങ്ക് കൊടുക്കുക 10 മിനിറ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ കയറി വരില്ലേ. മാഗി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ തിന്നുകൊണ്ടിരിക്കുക വേഗട്ടാ. പിന്നെന്താ, എനിക്ക് ചോറൊക്കെ തിന്നാന്ന് വെച്ചാൽ കുറേ നേരം വേണം. പക്ഷെ ഞാൻ ആകെ 2 ദിവസം അങ്ങോട്ട് ചോറ് തിന്നിട്ടുണ്ടെന്നുള്ളൂ. പിന്നെ അങ്ങനെ തിന്നില്ല. പിന്നെ മാഗി, ചിലപ്പോൾ പഴം വാട്ടിയത്, മറ്റേ ഓവർനൈറ്റ് ഓട്സ് ഒരു വട്ടം തിന്നു നോക്കി, പിന്നെ അത് വിട്ട്, പിന്നെ അത് തിന്നാൻ പോയില്ല കേട്ടോ. അങ്ങനെ പിന്നെ വെള്ളമാണ് അത്യാവശ്യം കൂടുതലായിട്ട് കുടിക്കുക. അതൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ നിൽക്കുക. അങ്ങനെ സുഹൂറൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്ന ഒരു 2 മണിക്കൂർ അത്യാവശ്യം ഉറങ്ങാനുള്ള ടൈം ഗ്യാപ്പ് കിട്ടും കേട്ടോ. അങ്ങനെ എണീറ്റ് കഴിഞ്ഞാൽ രാവിലെയൊക്കെ എണീക്കാൻ ഭയങ്കര മടി. ഇവൻ ഉറങ്ങണം കൂടി കാണുമ്പോഴേ ഇവനൊക്കെ ഉമ്മത്തിട്ട് അങ്ങനെ എണീക്കും മടിയായിട്ട്. എന്നിട്ട് പോയിട്ട് ഇതാ ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടി ഫ്രഷപ്പ് ആകാൻ പോവാട്ടോ. ബ്രഷൊക്കെ ചെയ്തൊന്ന് സെറ്റ് ആവാണ്ട്. എങ്ങനെയുണ്ട് നോമ്പൊക്കെ എല്ലാവരും? പെട്ടെന്ന് ആയില്ല, അവസാനത്തെ 10 തുടങ്ങിയില്ല. എന്താ അല്ലേ, ഗൾഫിലായതുകൊണ്ട് പെട്ടെന്ന് പോയ പോലെ, അങ്ങനെ ക്ഷീണവും കാര്യങ്ങളൊന്നും തോന്നണില്ല. പിന്നെ നമ്മൾ ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ ടൈം അങ്ങനെയും പോകുമല്ലോ. പിന്നെ ഈ വ്ളോഗിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാണ്ട്, നമ്മളെ വാറിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇത്ത സേഫ് അല്ലേ, ഇത്തയുടെ ഭാഗത്ത് കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ ചോദിച്ചിട്ട്. അൽഹംദുലില്ലാ ഇതുവരെ നമ്മൾ സേഫ് ആട്ടോ. അലാറംസും കാര്യങ്ങളൊക്കെ നോർമലായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഖത്തർ ചെറിയ രാജ്യമായതുകൊണ്ട് തന്നെ അവിടെ ഇവിടെ പൊട്ടുമ്പോൾ നമ്മൾ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കണൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ ഭാഗത്തേക്ക് സോഫാർ ഇതുവരെ കുഴപ്പങ്ങളില്ല. ഇനി അങ്ങോട്ട് കുഴപ്പമില്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണേ. പിന്നെ വർക്ക് ഫ്രം ഹോം എനിക്കൊക്കെ ഒരു ദിവസം കിട്ടുള്ളൂ കേട്ടോ, ബാക്കി എല്ലാ ദിവസവും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും അലാറംസും കാര്യങ്ങളൊക്കെ വരേണ്ട ആൾക്കാർ പുറത്തിറങ്ങലൊക്കെ കുറവായിരുന്നു കുറേ ദിവസമായിട്ടും. അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ലാണ്ടിരിക്കട്ടെ എല്ലാവർക്കും കേട്ടോ. അങ്ങനെ ഓഫീസൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ 6 മണിക്കൂറുള്ളൂ കേട്ടോ. പക്ഷേ തിരിച്ചു വരുമ്പോൾ കാറിൽ അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം തോന്നും. അതുവരെ വർക്കും കാര്യങ്ങളായിട്ട് നമുക്ക് അറിയില്ല. കാറിൽ വീട്ടിൽ എത്തുമ്പോൾ ഭയങ്കര ക്ഷീണം തോന്നും. ഞാൻ ഇങ്ങനെ കാറിൽ കുറച്ച് നേരം ഇങ്ങനെ കണ്ണടച്ച് കിടക്കൂട്ടാ.
അങ്ങനെ വീട്ടിൽ എത്തി ഫ്രഷപ്പൊക്കെ ആയ ശേഷം പിന്നെ വേഗം ചെക്കൻ്റെ അടുത്ത് കൂടുക. ചില സമയത്ത് ഞാൻ വരുന്ന സമയത്ത് അവ ഉറങ്ങാവും, ഒരു 3 മണി 3:30 എത്തുക. ഇന്ന് പിന്നെ അങ്ങനെ ഉറങ്ങി നേരത്തെ എണിച്ചേക്കണേ. അപ്പോൾ അവനായിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരിക്കും. കുറേ നേരം കാണാത്തതിൻ്റെ നല്ല രസം. അവൻ ഓടി വന്ന് അങ്ങനെ കെട്ടിപ്പിടിച്ച് ഇടയ്ക്കിനി പണം കൂട്ടുമ്പോൾ അമ്മക്കൊന്നും കൂടുന്നില്ല അല്ലേ ഓഫീസിൽ നിന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ ഞാൻ എത്തുമ്പോഴത്തേനും ഉമ്മ ഏകദേശം നോമ്പിനുള്ള പ്രിപ്പറേഷൻസൊക്കെ ഏകദേശം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കടിക്കുള്ളതായാലും പിന്നെ പൊരിക്കാനും ജ്യൂസ് അടിക്കാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടാവുള്ളൂ. അപ്പോൾ എനിക്കുള്ള എന്നുള്ള പണിയാണ് ഈ ഫ്രൂട്ട്സ് സലാഡിനെ ഒന്നെങ്കിൽ ഫ്രൂട്ട്സ് അരിയുക അല്ലെങ്കിൽ അത് മിക്സ് ആക്കുക എന്നുള്ളത്. കസ്റ്റാർഡ് ഉമ്മ നേരത്തെ ആക്കി വെക്കും, കാരണം അത് കുറച്ച് അവേഴ്സ് മുമ്പ് ഫ്രിഡ്ജിൽ വെക്കണമല്ലോ, നല്ല നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. പിന്നെ ഉമ്മ അതാ ഇന്ന് സമൂസ ആക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി സമൂസയുടെ ഇതൊക്കെ ആക്കി പൊരിക്കാൾ ടൈം ആക്കണേ. പിന്നെ ഇന്ന് ഇറച്ചി കേക്ക് ഉണ്ടാക്കിയിരുന്നിട്ട് അപ്പോൾ അതും അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഉമ്മ എല്ലാം ഞാൻ വരുമ്പോഴത്തേക്കും ആക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇതാ നോമ്പറക്കാനുള്ള ടൈമായി. നമുക്ക് എന്നും ഫ്രൂട്ട്സ് നമ്മൾ കട്ട് ചെയ്ത് വെക്കൂല കേട്ടോ, ഇങ്ങനെ ഫ്രൂട്ട് സലാഡ് പോലെ ആക്കുകയും ചെയ്യാം. പിന്നെ ഇന്ന് ഷാമിയക്കയുടെ സ്പെഷ്യൽ സ്ട്രോബെറി ഷേക്ക് ഉണ്ട്. പിന്നെ എന്നും ഇതുപോലെ 2 ചെറുകടി ഉണ്ടാവും, ഇറച്ചി കേക്കും സമൂസയും. അപ്പോൾ അങ്ങനെ ഇതാ റാഹത്തായിട്ട് നമ്മൾ 19ാമത്തെ നോമ്പൊക്കെ അങ്ങോട്ട് നോറ്റു. ഇന്നുമ്മ അത്താഴത്തിനുണ്ടായി പറഞ്ഞെടുത്തേ, നാട്ടിലങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സ്ട്രോബെറിയുടെ ഷേക്ക്. നമ്മൾ ഫ്രോസൺ സ്ട്രോബെറി മേടിച്ചിട്ട് അത് നമ്മൾ പാലിലിട്ട് അടിക്കുക ചെയ്യാട്ടോ. പക്ഷെ ഇവിടെ ജ്യൂസിൻ്റെ എന്നത്തെ പണി ഷാമിയാക്കുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നോമ്പൊക്കെ തുറന്ന് വർത്തനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഇതാ നിസ്കരിക്കാനും ഓതാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മഗ്‌രിബിൻ്റെ സമയത്താട്ടെ ഞാൻ ഖുർആനോ ഓത്തൊക്കെ ചെയ്യുക, കാരണം മറ്റേ സമയത്തൊന്നും അങ്ങനെ നേരം കിട്ടാറില്ല. ഓതലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറൊന്ന് കിടക്കൂട്ടോ. ആ സമയത്ത് ഭയങ്കര ക്ഷീണം. നോമ്പ് തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലേ നിങ്ങളെല്ലാവർക്കും ഉണ്ട്, എല്ലാവരും ഇങ്ങനെ തന്നെയാണെന്ന് പറയട്ടാ. എന്നൊന്നില്ലാത്തൊരു ക്ഷീണം തോന്നും. കുറച്ച് നേരം അങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ കിടക്കാൻ തോന്നിട്ടോ. അപ്പോഴാണ് ഉറക്കം വരിക. എന്തൊക്കെ ഒരു ബുദ്ധിമുട്ട് ക്ഷീണമൊക്കെ ഉണ്ടാവും. അത് നാട്ടിലാവുമ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. നമുക്ക് നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ അത് ഉള്ളതൊക്കെ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ ഒരു ക്ഷീണം തോന്നുന്നുണ്ടാവും അല്ലേ. പിന്നെ എനിക്ക് ഡ്യൂട്ടിക്കും പോകണതുകൊണ്ട് നമുക്ക് അങ്ങനെ കറക്റ്റ് അവേഴ്സ് സ്ലീപ്പും കിട്ടണില്ലല്ലോ. രാത്രി ചില സമയത്തൊക്കെ നേരം വൈകി ചെക്കൻ്റെ ഓരോന്നൊക്കെ ആയിട്ട് കിടക്കാൻ. അപ്പോൾ പിന്നെ നല്ല ക്ഷീണം തോന്നും നോമ്പ് തുറന്നിട്ട്. പിന്നെ ആ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാലും ശരിയാവില്ല. അങ്ങനെ ഇതാ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളൊന്ന് റെഡി ആയിട്ട് പുറത്തേക്ക് പോകട്ടാ. ഈ വാറും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ദിവസമായിട്ട് പുറത്തേക്ക് ഇറങ്ങണേയില്ല. ഞാൻ ഓഫീസിൽ പോവുക വരാമെന്നല്ലാണ്ട് സാധനങ്ങളായാലും ഒരു ദിവസം വേഗം പോയി മേടിച്ചു കൊടുക്കുന്നു, അല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല. നമ്മൾ ഫസ്റ്റത്തെ നോമ്പിന് ആദ്യത്തെ 10 ഒരു ദിവസം ഇഫ്താറിന് പോയിട്ടുണ്ടായിരുന്നു പുറത്തേക്ക്. പിന്നെ തന്നെ ഇതൊക്കെ ആയിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ തോന്നില്ല, ഓരോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഈ ബോംബിടലും അലാറൊക്കെ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളൊന്ന് പുറത്തിറങ്ങാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയേക്കിട്ടാ. സാധനങ്ങളും കഴിഞ്ഞേക്കണേ, അവസാനത്തെ 10 സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ. നമ്മൾ വിചാരിച്ച് കുറച്ച് സൽവാർ ഹോട്ടലൊരു ഇതില്ലേ, എന്താ പറയുക, പാനൂർ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടേക്ക് നമ്മൾ സൂറ് കഴിക്കാൻ പോകാനുള്ള പ്ലാനിങ്, സാധനങ്ങളും മേടിക്കാണ്ട്. അപ്പോൾ ആ വഴിയിലുള്ള ലുലുവിൽ പോവുക. അപ്പോൾ കുറച്ചങ്ങോട്ട് ട്രാവൽ ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ പോകട്ടോ. പക്ഷെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാൻ വിചാരിച്ചിരുന്നത് അധികം ആൾക്കാരൊന്നും ഇല്ലയെന്നോ. ഇഷ്ടം പ്രകാരം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റത്തെ ആ ഒരാഴ്ച നല്ലപോലെ ഹോട്ടൽസും കാര്യങ്ങളും റമളാൻ്റെ സൂറിൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല, അവർ കംപ്ലീറ്റ്ലി ക്ലോസ് ആക്കിയിരുന്നു. ഇപ്പം 2-3 ദിവസമായിട്ട് ഫുൾ ഓപ്പൺ ആക്കിയേക്കണം. കാരണം നമുക്ക് എത്രയും അടിച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനും പുറത്തിറങ്ങാണ്ടിരിക്കാനും ഒന്നിനും പറ്റില്ല. നമ്മൾ ശ്രദ്ധിക്കുക അത്ര തന്നെ. എല്ലാവരും പിന്നെ അലറംസും കാര്യങ്ങളും വരുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളൂ. ഓഫീസും കാര്യങ്ങളായാലും പ്രൈവറ്റൊക്കെ കുറേ അടച്ചിടാൻ പറ്റില്ലല്ലോ. ഷാമിയാക്കൊന്നും ഗവൺമെൻറ് ആയതുകൊണ്ട് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അവർക്ക് എന്നാ സ്റ്റാർട്ട് ചെയ്യാമെന്നറിയില്ല. അങ്ങനെ ഞങ്ങളിതാ ലുലുക്ക് എത്തിയേക്കട്ടെ ഗ്രോസറി വാങ്ങാൻ. ഇത് സൽവാർ ഹോട്ടലിൻ്റെ അവിടെയുള്ള ലുലു കേട്ടോ. ഞാൻ ഈ ലുലുക്ക് ആദ്യമായിട്ട് വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. വെൽ അറേഞ്ച്ഡ് ആയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, ഓരോ ഭാഗത്ത് ഓരോന്നായിട്ട്. അങ്ങനെ അധികം ആൾക്കാരെ റഷ് ഒന്നുമില്ല കേട്ടോ.
തിന്നോക്കി വലിയ കുഴപ്പമില്ല. അങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പിന്നെ എന്നും നമുക്ക് ആവശ്യമുണ്ടാവില്ല, അത് കുറച്ച് എടുക്കാണ്ടിരുന്നു, അതൊക്കെ എടുത്ത്. പിന്നെ ഈ ടോർട്ടില്ല ബ്രെഡ് ഞാൻ കുറേ ഇങ്ങനെ ഓരോ റെസിപ്പീസ് കാണുമ്പോൾ നോക്കണം, പക്ഷെ ഞങ്ങളന്ന് കെൻസിലൊന്ന് പോയി നോക്കുമ്പോൾ ഇല്ല. അപ്പോൾ പിന്നെ ലുലുവിൽ പിന്നെ എല്ലാ വക കിട്ടുമല്ലോ. പിന്നെ മട്ടന് മേടിക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ ഞങ്ങളന്ന് ഇന്ത്യൻ ബീഫ് മേടിച്ചപ്പോൾ ഒറ്റ ചുവണ്ടെന്നില്ലല്ലോ, പക്ഷെ ഇന്ത്യൻ മട്ടൻ നല്ലതെന്നൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. അപ്പം പിന്നെ നമ്മൾ വന്നിട്ട് അങ്ങനെ മുറിച്ച് വെച്ച പാർട്സ് പോലെ ഉണ്ടായിരുന്നു, അപ്പോൾ അതങ്ങോട്ട് മേടിക്കട്ടാ. പിന്നെ മെയിനായിട്ട് നമ്മൾ ലുലുക്ക് വരാൻ കാരണം ഈ ബോബി വീലില്ലേ ബീഫ്, അത് മേടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ഒരിക്കൽ ഞാൻ ഇതുപോലെ നാട്ടിലത്തെ ബീഫ് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഇന്ത്യൻ ബീഫ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ലല്ലോ, പക്ഷേ ഈ ബോബി വീല് മേടിച്ചിട്ട് നല്ലതായിരുന്നു കേട്ടോ. കറിയൊക്കെ വെച്ചപ്പോൾ ഏകദേശം നാട്ടിലത്തെ ഏകദേശം ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് സൂപ്പർ എന്ന് പറയാനല്ല. എന്നാലും ഇവിടെ ഞാൻ മേടിച്ച ബീഫിൽ ഏറ്റവും ബെസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ട് മേടിച്ച്. പിന്നെ ഈ ചെക്കൻ്റെ സഭാമെഡിൻ്റെ ലോഷനില്ല സോറി ബോഡി വാഷ്, സോപ്പ് പൗഡറൊക്കെ കഴിഞ്ഞിരുന്നു. അതൊക്കെ പിന്നെ ലുലുന്ന് തന്നെയല്ലേ കിട്ടുക. പിന്നെ നമ്മൾ ഇപ്രാവശ്യം എപ്പോഴും ഈ ഓറഞ്ചും കാര്യങ്ങളും ജ്യൂസ് അടിച്ചിട്ടേ ഒന്ന് ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു സിറപ്പ് പോത്തിട്ടുണ്ട്. പിന്നെ മൊജീറ്റൊക്കെ ഉണ്ടാക്കല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് അതൊന്ന് മേടിച്ചിട്ട് എന്താവുമെന്ന് അറിയില്ല, നോക്കി നോക്കണം. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് അത്യാവശ്യം വേണ്ടതൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി ഇന്ത്യൻ മട്ടൻ ഉണ്ടാക്കി നോക്കട്ടെ, എന്നിട്ട് നിങ്ങളോട് പറയാൻ എങ്ങനെ ഉണ്ടെന്ന് കേട്ടാ. ബോബിയിൽ നല്ല കേട്ടോ, മേടിക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. ഏകദേശം നമ്മൾ നാട്ടിലത്തെ ബീഫിൻ്റെ ഒക്കെ ആ ഒരു റേഞ്ച് ഉണ്ട്. അതിന് ഗ്രീൻ ആട്ടോ നല്ലത് റെഡിനെ കാട്ടിയും. അപ്പോൾ നിങ്ങൾ മേടിക്കാത്തവരുണ്ടെങ്കിൽ മേടിച്ച് നോക്കിട്ടാ. അപ്പോൾ നമ്മളവിടുന്ന് അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ പാനൂരിൻ്റെ പുതിയ ഔട്ട്ലെറ്റ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഷെഫ് പിള്ളയുടെ അടുത്ത് സേത്തൂൻ്റെ ഒക്കെ ഷെഫ് പിള്ള ഉണ്ടായിരുന്നില്ല, അവിടെ ഷെഫ് പിള്ള മാറ്റിയിട്ട് ഇത് തുടങ്ങിയേക്കട്ടെ. അപ്പോൾ അവിടെ സൂപ്പർ ബഫറ്റ് 9:00 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോയച്ച് അങ്ങോട്ട് പോയി. എന്തിനാ പെട്ടെന്ന് കരഞ്ഞേ? ഞങ്ങളെടുത്തോ രണ്ടാലും ഞങ്ങളിനി ഇൻസ്റ്റഗ്രാമിൽ റീൽ കണ്ടിട്ട് പോയതാട്ടോ. അത്യാവശ്യം അത്ര തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ നെയ്ച്ചോറ്, ചിക്കന്, പൊറോട്ട, നാൻ, നൂൽപുട്ട്, ഇറച്ചിച്ചോറ്, ചിക്കൻ കറി, ബീഫ്, അങ്ങനെ സൂപ്പ്, എല്ലാത്തരം സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നൂൽപുട്ടും അവിടുത്തെ ചിക്കൻ കറി നല്ല ഇഷ്ടമായിട്ടാണ്. ഞാൻ അതെടുക്കുക ചെയ്തത്. ഞാൻ അങ്ങനെ നൂൽപുട്ടിൻ്റെ വലിയ ഫാനല്ല, പക്ഷെ എന്താണ് കുറേ ഇത് തിന്നാത്തതുകൊണ്ട് തിന്നു. പിന്നെ ചിക്കനൊക്കെ സംഭവം ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അവർ റീലിൽ കാണിച്ച അത്ര ഒരു 3-4 ഐറ്റംസ് മിസ്സിങ് ആയിരുന്നു. അത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒഴികെ ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു ഡെസേർട്ട് ഈ പരിപ്പ് പായസം. ഓ എൻ്റെ മോനെ മക്കളെ, അടിപൊളി ടേസ്റ്റിലെ പരിപ്പ് പായസം കേട്ടോ. എനിക്ക് നോർമലി ഞാൻ ഇവിടുന്ന് ഒരിക്കൽ പരിപ്പ് പായസം കുടിച്ചിരുന്നു, പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റൊക്കെ തോന്നിയില്ല. ഇത് നാട്ടിൽ നമ്മൾ ഉണ്ടാക്കണ പോലത്തെ അതേ ടേസ്റ്റ്, നല്ല മധുരവും കാര്യങ്ങളായിട്ട് അടിപൊളി പായസമായിരുന്നു. അങ്ങനെ പായസമൊക്കെ അടിച്ച് പിന്നെ സൂപ്പും സ്വീറ്റ് കോണും നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അത് എടുത്തില്ല, നമുക്ക് അത്ര അങ്ങോട്ട് തിന്നാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നി ഇഫ്താറിനായിട്ട് നല്ല നമ്മൾ സൂറിന് പോകണതാട്ടോ. കാരണം ഇവിടെ 9-10 മണിയാകുമ്പോൾ നമുക്ക് വയറിൽ കഴിക്കാനുണ്ടാവും. മറ്റേ ഇഫ്താറിന് ആ സമയത്ത് നമുക്ക് തീരെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന്. ഇവിടെ എന്താ വെച്ചാൽ 9:00 കേട്ടോ. അത് കുഴപ്പമില്ല, നമുക്ക് ഓഫീസുള്ള ഡേയ്സിൽ പോയാലും കുഴപ്പമില്ല. ഞങ്ങളന്ന് പോയ സ്ഥലത്തൊക്കെ 10-11 മണിക്ക്. അപ്പോൾ നമ്മൾ അത്രയും നേരം വഴി കഴിച്ച് കഴിഞ്ഞാൽ ഓഫീസിൽ പോകാനൊക്കെ ലേറ്റ് ആവില്ലേ. ഇതൊരു കുഴപ്പമില്ല, നമ്മൾ ഏകദേശം കഴിച്ചിട്ട് പോകുന്നു. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ പറഞ്ഞ പോലെ 2-3 ഐറ്റംസ് മിസ്സിങ് എഴുതുന്നുള്ളൂ. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ഭയങ്കര ഒരു ഹാപ്പി ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും വിചാരിച്ച് നമ്മൾ വീട്ടിലിങ്ങനെ ഇരിക്കുക അല്ലേ. അങ്ങനെ ആയിട്ടപ്പോൾ എല്ലാവരും സേഫായിരിക്കുക, കാര്യങ്ങളൊക്കെ നോക്കുക. നമ്മളെ ഭാഗത്ത് ഇതുവരെ കുഴപ്പങ്ങളൊന്നും സേഫാണ്. അങ്ങനെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വ്ളോഗിലൊക്കെ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ, സീ യു.